ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രതികരണമാണ്. പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട ഒരു പ്രതികരണം. നമ്മുടെ കേരളത്തിന്റെ നട്ടെല്ലായ പ്രവാസികളോട് എയർ ഇന്ത്യ കാണിക്കുന്ന മനുഷ്യത്വരഹിതമായ നടപടികളെക്കുറിച്ച് നമ്മുടെ സ്വന്തമെന്ന് നമ്മൾ കരുതിയ മന്ത്രിയോട് ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം. പറഞ്ഞോ, ചോദിച്ചോ. ഇല്ല, എങ്ങും ചർച്ച ചെയ്തില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലേ ഇങ്ങോട്ട്. എവിടുത്തെ സംഘം? ഗൾഫിലുള്ള യുഎഇയിലുള്ള പ്രവാസി സമൂഹം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൽ എന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്താ കാര്യം പറയാനേ? നിങ്ങൾ പറയാനോട് കാര്യം പറ. ചെയ്ത കുറ്റം എന്താ? ഞങ്ങൾ അബുദാബിന്ന് ഞങ്ങള് കൊച്ചിക്കൊരു ടിക്കറ്റ് എടുത്ത് അത് കയറി ഇവിടെ വന്നതാണ് ഞങ്ങൾ വന്ന് ചെയ്തു തെറ്റ്. ഇപ്പോ ഇവിടെ നിന്ന് പോകുമ്പോ പിന്നെ വിമാനത്തിന്റെ ഷെഡ്യൂളുകൾ പലതും തെറ്റിപ്പോകും. ദിവസങ്ങളോളം കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ വിമാനത്താവളങ്ങളിൽ കാത്തിരിക്കേണ്ടി വരും. ഇത്തരം പ്രശ്നങ്ങളിൽ എയർ ഇന്ത്യ പ്രശ്നം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാരിന് വേണ്ടതല്ല. കേന്ദ്ര സർക്കാരല്ല, ഇതൊരു എയർ ഇന്ത്യ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കീഴിലുള്ളതാണ്. അതിൽ പരാതി കിട്ടുമ്പോഴൊക്കെ നമ്മൾ അന്വേഷിക്കുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി അവിടെ കുറഞ്ഞിട്ട് ഇന്ന് ഈ ഇതുവരെ കുറഞ്ഞിട്ടാ ഞങ്ങൾ പ്രതിഷേധിക്കില്ലേ? കാശ് കൊടുത്തിട്ടാ കൊച്ചിക്ക് ടിക്കറ്റ് എടുത്താണ്. കൊച്ചിയിലാർക്കുണ്ട്, തിരുവനന്തപുരത്തല്ല. എയർ ഇന്ത്യയുടെ അവർക്ക് എയർ ഇന്ത്യ പല പ്രശ്നങ്ങളുണ്ടാവും. എങ്കിലും ഗൾഫിലേക്കുള്ള ഞാൻ മന്ത്രിയായപ്പോഴും ഞാൻ ഓഫീസ് മാറ്റി അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വലിയ പരാതികളൊന്നും കിട്ടിയിട്ടില്ല. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രവാസകാര്യ മന്ത്രിയായാലും ഏത് മന്ത്രിമാരായാലും എങ്കിൽ പോലും എയർ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പോകാൻ. 4 മണിക്ക് പൊന്ത് 7 മണിക്ക് പൊന്ത് പറഞ്ഞ് 8-9 മണിക്ക് പൊന്ത് ഖത്തർ കൊണ്ട് തിട്ടിട്ട് ഖത്തറിന് ആടുന്ന് ബേളം കൂട്ടിയതിന് ശേഷം ആടുന്ന് 12 മണിക്കാണ് പൊന്തുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് തന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 50 പൈസന്റെ വെള്ളവും ഒരു ഉറുപ്പ്യന്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തരുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ ചെയ്യും. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പരാതികൾ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ നോക്കും? പ്രവാസികളുടെ കാര്യങ്ങൾ നോക്കുന്ന അത് എന്ത് ചെയ്യണം? നിങ്ങൾ പറയാം. കമ്മ്യൂണിസ്റ്റ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞോ, മാസിറ്റായിട്ട് പ്രചാരണം എനിക്കറിയാം. പറഞ്ഞു, വാട്ട് യു വാണ്ട് മീ ടു ഡു? ഐ വിൽ ഡു. ടെൽ മീ വാട്ട് യു വാണ്ട് മീ ടു ഡു. നമ്മൾ വേഷം കിട്ടുന്നു വേണ്ട. നമ്മളും ഈ രാഷ്ട്രീയത്തിനകത്ത് പറയണ്ട. നിങ്ങൾക്ക് എയർ ഇന്ത്യയുടെ താല്പര്യമാണോ നിങ്ങളുടെ രാഷ്ട്രീയമാണോ തീരുമാനിച്ചാൽ മതി. സ്റ്റോപ്പ് ചെയ്യാം. നോ. നിങ്ങളുടെ രാഷ്ട്രീയം പറയണേ. നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ എന്നോട്. പലതരം മന്ത്രിമാരുണ്ട് ഇവിടെ. എത്ര പേർക്ക് ഞങ്ങളവിടെ വരുമ്പോ ഊട്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരെന്തോ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ട. മാസിറ്റ് കളി എന്തൊക്കെ വേണ്ട. ഞാൻ നിനക്ക് നാട്ടിൽ കാണുന്നതിനെയാ നാട്ടിൽ കാണുന്നത്. ഇതൊരു രാഷ്ട്രീയ പാഠശാലയായി പൊതുപ്രവർത്തകർ കരുതുക. ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട ഒരു അഭ്യാസം ഇതാണ്. ഇത് കണ്ടുപഠിക്കണം. ഇനി അഥവാ ഇത് വാർത്തയായാലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ ഞങ്ങൾക്ക് സന്തോഷം. കാരണം ഞാൻ 3 വർഷം പടം കാണിക്കുന്നില്ലേ. ഇതൊക്കെ ആൾ നാളെ മറക്കത്തില്ലേ. ഇതൊക്കെ ആൾ നാളെ മറക്കത്തില്ലേ. അത് സമ്മതിക്കുന്നു. ജനങ്ങൾ പലതും മറക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ തുടരുന്ന പലരുടെയും ആത്മവിശ്വാസം. പക്ഷേ ഇത്തരം ചില കണ്ണീരെങ്കിലും ജനങ്ങൾ ഓർത്തുവെക്കും. അതാണ് ചരിത്രം. അതാണ് ജനാധിപത്യത്തിന്റെ ശക്തിയും. അത് മറക്കാതിരിക്കുക.